വെൽക്കം ബാക്ക് ഏലിയൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോണത് പൈടോർച്ച് ആണ്. പൈടോർച്ച് ഡീപ്പ് ലേണിംഗ് ട്യൂട്ടോറിയൽ. അപ്പം നമുക്ക് പൈടോർച്ച് എന്താണെന്ന് നോക്കാം. പൈടോർച്ച് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് ഫ്രെയിംവർക്കാണ്. നമ്മൾ എന്താണ് ഇതിൽ പഠിക്കാൻ പോകണമെന്നും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ പൈടോർച്ച് ഫണ്ടമെൻ്റൽസ് നോക്കും. പൈടോർച്ച് ഓപ്പറേഷൻസ്, ജസ്റ്റ് എന്തൊക്കെ ഓപ്പറേഷൻസും ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെ ചെയ്യാം, അങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് നോക്കും. പിന്നെ പൈടോർച്ച് വർക്ക് ഫ്ലോ, പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക് ക്ലാസിഫിക്കേഷൻ, പിന്നെ കമ്പ്യൂട്ടർ വിഷൻ, പിന്നെ കസ്റ്റം ഡാറ്റ സെറ്റ്, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ചെറിയ മോഡൽ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളും ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു പോണത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് കോഡ് ചെയ്യും, പിന്നെ എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യും. എക്സ്പെരിമെൻറ്റ്, പിന്നെ വിഷ്വലൈസ്, പിന്നെ ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കാം, കാര്യങ്ങൾ ചോദിക്കാം. എനിക്ക് ഹെൽപ്പ് പേജ് ഞാൻ നൽകുന്നുണ്ട്. ഡു ദ എക്സസൈസ്. ഓരോ പാർട്ടും കവർ ചെയ്യാൻ നേരത്ത് അതിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ കുറേ എക്സസൈസ് തരും. ആ എക്സസൈസ് നിങ്ങൾ ഷെയർ ചെയ്യുക, ചെയ്തു വെക്കുക. എന്നിട്ട് നിങ്ങളെ വർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം ഇതാണ് മെയിൻ കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ ഇതിലോട്ട് പോകാൻ നോക്കാം. കോഡിങ്ങിനകത്ത് എന്തിനാണ് കോഡ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഫ് ഇൻ ഡൗട്ട് റൺ കോഡ് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോഡ് ചെയ്യുക, റൺ ദ കോഡ്. ഇതാണ് മെയിനിൽ പറയാനുള്ളത്. പിന്നെ എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെൻറ്റ് ഇൻ മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ് ഈസ് വെരി എക്സ്പെരിമെൻ്റൽ. മൊത്തം എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാലേ കാര്യങ്ങൾ മനസ്സിലാവട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് വിഷ്വലൈസ് മാറ്റ്പ്ലോട്ലിബ്, അതുപോലെ തന്നെ സീബോൺ പോലെയുള്ള ലൈബ്രറീസ് ഉണ്ട്. ഇപ്പം ഇതിട്ട് വിഷ്വലൈസ് നിങ്ങൾ എന്ത് ചെയ്തെന്ന് കളർഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. എല്ലാത്തിലും മെയിനായിട്ടുള്ളതാണ് വിഷ്വലൈസ് ചെയ്താലേ അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ആസ്ക് ക്വസ്റ്റ്യൻസ്, എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഷെയർ വർക്ക്, നിങ്ങൾക്ക് എക്സസൈസ് തരും, അതും ചെയ്യുക. അപ്പം ജസ്റ്റ് പൈടോർച്ച് ഫണ്ടമെൻ്റൽസിലോട്ട് നമുക്ക് പോകാം. പൈടോർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് മെഷീൻ ലേണിംഗ് ഫ്രെയിംവർക്കാണ്. ഡെവലപ്പ് ചെയ്തതാരുമില്ല, നമ്മളെ ഫേസ്ബുക്കാണ്. എന്തിനാണ് നമ്മൾ പൈടോർച്ച് യൂസ് ചെയ്യുന്നത്? പൈടോർച്ച് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ എല്ലാവരും പൈടോർച്ചിന് മുമ്പ് വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ടെൻസർ ഫ്ലോ. എവിടെയും പോയിട്ടില്ല, ടെൻസർ ഫ്ലോ ഉണ്ട്. ടെൻസർ ഫ്ലോ കുറച്ച് നേരത്തേക്ക് ഈ പൈടോർച്ച് വന്നപ്പോൾ ടെൻസർ ഫ്ലോയ്ക്ക് കുറേ കാര്യങ്ങൾ പോയി. ടെൻസർ ഫ്ലോ ആ ടൈമിൽ, പൈടോർച്ച് ഇറങ്ങിയ ടൈമിൽ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ഡിഫിക്കൽറ്റിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പൈടോർച്ച് നമ്മൾ സെർച്ച് എഞ്ചിനിലൂടെ എല്ലാം സെർച്ച് ചെയ്ത് നോക്കുക, അതാണ് മെയിനായിട്ടുള്ളത്. പൈടോർച്ച് vs ടെൻസർഫ്ലോ. in before പൈടോർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ പൈതൺ മാതിരി വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ടെൻസർഫ്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഈ പൈടോർച്ച് വരുന്നതിന് മുമ്പ് വരെ നമുക്കത് റൺ ചെയ്യാനും ഈഗർ അല്ലായിരുന്നു. പൈടോർച്ച് എന്ന് പറഞ്ഞാൽ, ടെൻസർഫ്ലോ എന്ന് പറഞ്ഞാൽ ഈഗർ അല്ലായിരുന്നു. അതൊരു ഗ്രാഫ് ബേസ്ഡ് ആയിരുന്നു. അതായത് നമ്മൾ റൺ ചെയ്യാനും കാര്യങ്ങൾക്കും കുറേ കോൺഫിഗറും കാര്യങ്ങളും ചെയ്യണം. ബട്ട് പൈടോർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ പൈതൺ മാതിരി അങ്ങ് ജസ്റ്റ് ഈസി, വളരെ എളുപ്പമുള്ള കാര്യം, ജസ്റ്റ് ഏറ്റവും ഈസിയുള്ള സാധനമാണ് പൈടോർച്ച്. അപ്പോൾ നമ്മൾ ടെൻസർഫ്ലോയിൽ ഗ്രാഫ് ബേസ്ഡ് ടെൻസർഫ്ലോ ചെയ്യുമ്പം വളരെ ഫാസ്റ്റ് ടൈം എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഇഷ്ടംപോലെ കോഡ് എഴുതേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മൾ പൈടോർച്ചിൽ വരാൻ നേരത്ത് കുറച്ചേ ഉള്ളൂ.
അതാണ് പൈടോർച്ചും ടെൻസർഫ്ലോയും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ്. ബട്ട് ഇപ്പോൾ പൈടോർച്ചും ടെൻസർഫ്ലോയും സെയിം ആണ്. അതായത് പൈടോർച്ച് ടെൻസർഫ്ലോ ഈഗർ കൊണ്ടുവരുന്നതിന് മുമ്പ് വരെ ഈ നമ്മളുടെ ടെൻസർഫ്ലോ വളരെ പാടായിരുന്നു. ഈഗർ അല്ലാതെ നമുക്ക് ഈഗറിനും പ്രത്യേകം ഗുണങ്ങളുണ്ട്, ഗ്രാഫിനും പ്രത്യേകം ഗുണങ്ങളുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഗ്രാഫ് തന്നെ വേണം. അതിലോട്ട് തിരിച്ച് നമ്മൾ കൊണ്ടുവരാനാണ് TF ഫംഗ്ഷൻ. നമ്മൾ ടെൻസർഫ്ലോ ഇവിടെ പഠിക്കുന്നില്ല. TF ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫിലോട്ട് കൊണ്ടുവരണം. ടെൻസർഫ്ലോ 2 ഇറങ്ങുന്നതിന് മുമ്പ് വരെ ടെൻസർഫ്ലോ 2 ഇറങ്ങുന്നതിന് മുമ്പ് പൈടോർച്ചാണ് ബെസ്റ്റ് ആയിട്ടിരുന്നത്. ടെൻസർഫ്ലോ 2 ഇറങ്ങാൻ നേരത്ത് അതും പൈടോർച്ചും ഒരേ ലെവലിലായിട്ടുണ്ട്. ടെൻസർഫ്ലോ 2 ഈഗർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈഗർ വെച്ചിട്ടാണ് ടെൻസർഫ്ലോ 2 വർക്കാവുന്നത്. മൊത്തം നമ്മൾ നോർമൽ പൈതൺ എങ്ങനെ എഴുതുന്നു അതുപോലെ തന്നെ എഴുതാം. വലിയ പാടൊന്നുമില്ല. റൺ ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും കോഡും എല്ലാം കുറച്ചേ ഉള്ളൂ. ടെൻസർഫ്ലോ പൈടോർച്ചും ഇപ്പം അതേപോലെ തന്നെ. അപ്പം പൈടോർച്ചിനെ കുറിച്ച് ഇതാണ് പറയാനുള്ളത്. പൈടോർച്ച് ആരൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ AI പൈടോർച്ചിലോട്ട് വന്നാൽ ഇവിടെ പൈടോർച്ച് കാര്യങ്ങളും പൈടോർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഗ്രികൾച്ചർ കാര്യങ്ങളിൽ പൈടോർച്ച് ഇൻ അഗ്രികൾച്ചർ ഇവിടെ വന്നില്ല. ഇവിടെ അഗ്രികൾച്ചർ കാര്യങ്ങളിലും പൈടോർച്ച് കുറേ കാര്യങ്ങളും നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാനും പൈടോർച്ച് യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. 2017 നമുക്കിപ്പം ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ അവിടെ വരുന്ന കുറച്ച് ഇഷ്യൂസും കാര്യങ്ങൾക്കും മെഷീൻ ലേണിംഗ് AI യൂസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതിലെല്ലാം പൈടോർച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിലും പൈടോർച്ച് ചെടികളിലെ കാര്യങ്ങളൊക്കെ അളക്കാനായിട്ട് നമുക്ക് പൈടോർച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം മച്ചാന്മാരെ, ഇതൊക്കെയാണ് പൈടോർച്ചിൻ്റെ കുറച്ച് ഈസി ആൻഡ് പൈടോർച്ചിനെ കുറിച്ച് ഒന്ന് പുകഴ്ത്തി പറയാനുള്ളത്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരുമില്ല, നമ്മളെ ഫേസ്ബുക്കാണ്. ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് പൈടോർച്ച് യൂസ് ചെയ്യുന്നത്? നമുക്കൊരു മെഷീൻ ലേണിംഗ് മോഡൽ ട്രെയിൻ ചെയ്യിപ്പിക്കാം, ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്യാൻ, ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് പൈടോർച്ച് നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, AI ഫീൽഡിലാണ് പൈടോർച്ച് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് പൈടോർച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള കാര്യത്തിലോട്ട് പോകാം. പൈടോർച്ചിൽ വന്നതിന് മുമ്പ് നമുക്ക് ടെൻസർ എന്താണെന്ന് അറിയാം. ടെൻസർഫ്ലോ അല്ല, ടെൻസറാണ് ഇത്. ഓട്ടോമാറ്റിക് വാട്ട് ഈസ് ടെൻസർ എന്ന് സെർച്ച് ചെയ്താൽ Tensor is a mathematical object, generalized data structure that extends concept of scalar 0 dimension vector ഉണ്ട്, 1 dimension ഉണ്ട്, 2 dimension ഉണ്ട്. നമ്മൾ 0 dimension, 1 dimension, 2 dimension, but tensor will be 3 dimension. ഒരു 3 dimensional matrix നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടും, അതിൽ ഒരു 3 dimension നമുക്ക് എങ്ങനെ കാണാം, അതാണ് ടെൻസർ എന്ന് പറയുന്നത്. ടെൻസറിന് നിങ്ങൾക്ക് ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ഇവിടെ ടെൻസറിനെ കുറിച്ച് ബ്യൂട്ടിഫുൾ ബെസ്റ്റ് വീഡിയോ ഫോർ ടെൻസർ എന്താണെന്ന് മനസ്സിലാണെങ്കിൽ ഈ ഒരു വീഡിയോ ഉണ്ടാൽ മതി. ഇങ്ങോട്ട് വന്നാൽ കാണാം ബെസ്റ്റ് വീഡിയോ വാച്ചിട്ട്. നമുക്കിത് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങോട്ട് വരാം. നമ്മൾ കോഡിങ് ചെയ്യുന്നതിനകത്താണ് ഗൂഗിൾ കൊളാബ് ബെസ്റ്റ്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളിപ്പം നമ്മൾ പൈടോർച്ച് ചെയ്യാൻ നേരിച്ച് മോഡൽ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് NVIDIA GPUവിൻ്റെ ഒക്കെ ആവശ്യം വരും, ക്യൂടെ. അപ്പം നമ്മൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഗൂഗിൾ കൊളാബിൽ ഫ്രീ വിസനുണ്ട്. അപ്പം അത് വെച്ച് നമുക്ക് GPUവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം research.googlecolab.com ജസ്റ്റ് ഗൂഗിൾ കൊളാബ് അടിച്ചാൽ മതി. ഗൂഗിൾ കൊളാബ്
ഇവിടെ വന്നതിന് ശേഷം ന്യൂ നോട്ട്ബുക്ക് എടുക്കുക. ഇപ്പം ഈ ഗൂഗിൾ കൊളാബിൽ കുറച്ച് AI ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും യൂസ് ചെയ്യാതെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. ഇവിടെ ഒരു AI ഫീച്ചറുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തിടുക. സജഷൻസ് ഇടാൻ നേരത്തെ അത് നോക്കരുത്. ഗൂഗിൾ കൊളാബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജുപ്പിറ്റർ നോട്ട്ബുക്ക് എടുക്കാം. അതിനകത്ത് കുറേ ഇൻസ്റ്റാളേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടും ജസ്റ്റ് കോഡ് ചെയ്യുക. ഇഫ് യു ഡൗട്ട് കോഡ് ഇറ്റ് ഔട്ട് ആൻഡ് കോഡ്, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ എക്സ്ട്രാ കരിക്കുലമായിട്ടൊരു കാര്യം തരികയാണ്. എക്സ്ട്രാ കരിക്കുലമായിട്ട് നമ്മൾ എന്താണ് ടെൻസർ എന്ന് പറയുന്ന കാര്യം എക്സ്ട്രാ കരിക്കുലമായി നമുക്ക് ഇവിടെ വന്നതിന് ശേഷം എന്താണ് ടെൻസർ, അതാ ഈ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. കോപ്പി ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. എന്താണ് ടെൻസർ എന്നുള്ള കാര്യം ഇവിടെ നിന്ന് മനസ്സിലാവും. അപ്പം ടെൻസർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കോഡ് ചെയ്യാം. ഐ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. വെൽക്കം ബാക്ക്. ഡീപ്പ് ലേണിംഗ്. വെൽക്കം ബാക്ക് എലിയൻസ്. ഡീപ്പ് ലേണിംഗ് എന്താണ്? ഡീപ്പ് ലേണിംഗ്, വാട്ട് ഈസ് ഡീപ്പ് ലേണിംഗ്? മെഷീൻ ലേണിംഗ് ഈസ് tuning things data into numbers and finding patterns in these numbers. അപ്പം ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഞാൻ ഇത് എങ്ങനെയാണെന്ന് വളരെ എളുപ്പമായിട്ട് എന്താണ് മെഷീൻ ലേണിംഗ്, എന്താണ് ഡീറ്റെയിൽഡായിട്ട് എന്താണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മളൊരു AI മോഡൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് വേണ്ടിയുള്ളൊരു കാര്യം ഡേറ്റയാണ്. അത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നാൽ, ഒരു കാറ് നമ്മളതിലുണ്ട്. അതിൽ പെട്രോൾ ഇല്ലാതെ ആ കാർ ഓടുമോ? ഇല്ലേ. കാറെന്ന് പറഞ്ഞാൽ നല്ല കൂടിയ ഒരു കാറായിരിക്കും. ഇപ്പം ടൊയാറ്റോ നിസാൻ പെട്രോൾ ഇല്ലാതെ, അതായത് എണ്ണയില്ലാതെ വണ്ടി ഓടത്തില്ലല്ലോ. എത്ര കൂടിയ മോഡലാണെങ്കിലും ഡേറ്റ ഇല്ലാതെ ഓടത്തില്ല. ഡേറ്റ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പെട്രോളാണ്. അതില്ലാതെ ഒരു വണ്ടിയും ഓടത്തില്ല. അതാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അതിന് പെട്രോൾ വേണം. അതുപോലെ ഗ്യാസ്, അതായത് ഡേറ്റ ഇല്ലാതെ ഒരു മെഷീൻ, ഒരു മോഡലും വർക്ക് ചെയ്യത്തില്ല. ഒരു വണ്ടിയാകുമ്പോൾ അതിനകത്ത് എൻജിൻ ഉണ്ടാവും, അതിനകത്ത് കുറേ കണക്ഷൻസ് ഉണ്ടാവും. ഈ എൻജിനും കുറേ പാർട്സുമായിട്ട് കുറേ കണക്ഷൻസ് ഉണ്ടാവും, ഓയിലുണ്ടാവും, ഇതെല്ലാം വേണം. പക്ഷേ ഇതെല്ലാം ഉണ്ട്, പക്ഷേ പെട്രോളില്ല, വണ്ടി ഓടത്തില്ലല്ലോ. അതുപോലെയാണ് മെഷീൻ ലേണിംഗ്. എല്ലാം ഉണ്ട്, കോഡുണ്ട്, മോഡലുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഡേറ്റ ഇല്ലെങ്കിൽ അത് വർക്കാകത്തില്ല. അതാണ് മെയിൻ ഒരു AI മോഡലിന് വേണ്ടിയുള്ള എല്ലാ AI കാര്യങ്ങൾക്കും ഡേറ്റ വേണം. ഡേറ്റയാണ് മെയിൻ. ഇനി അതിനകത്ത് ഒരു AI മോഡലിലോട്ട് നമ്മൾ വരാൻ നേരത്ത് അതിനകത്ത് കുറേ കോഡ് എഴുതും, പൈത്തോൺസ് കുറേ കോഡ് എഴുതും, കുറേ ഡിസൈൻ എഴുതും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതും. ഇതിനകത്ത് എഴുതുന്ന ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ള കോഡും കാര്യങ്ങളും. അതിനകത്ത് വരുന്ന GPU, CPU, RAM, ഇപ്പം NVIDIAയുടെ GPU, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് AI മോഡൽ. ഇപ്പോൾ ChatGPT കാര്യങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പൈസ എല്ലാം കൂട്ടിയത് അവന്മാർ. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ GPU, ചിപ്പ്. ഈ ചിപ്പ് ഉണ്ടെങ്കിലല്ലേ ഇത്രയും പ്രൊസസ്സർ കാര്യങ്ങളുണ്ടെങ്കിലല്ലേ ഇത് വർക്കാവൂ. അപ്പം അതാണ് അതിൻ്റെ എൻജിൻ. അതില്ലെങ്കിലും അത് വർക്കാകത്തില്ല. ഡേറ്റ ഇല്ലെങ്കിലും വർക്കാകത്തില്ല. ഡേറ്റ മെയിൻ. ഇതെല്ലാം ഉണ്ടായിട്ട് ഡേറ്റ ഇല്ലെങ്കിൽ വെറുതെ ആയിപ്പോവും. അപ്പം അതിൻ്റെ എൻജിനാണ് ഈ കാര്യങ്ങൾ. പിന്നെ ഈ എൻജിനും ഡേറ്റയും എല്ലാം ഉണ്ട്. ഇത് പഠിക്കണ്ടേ? ഒരു മോഡലുണ്ടാക്കിയിട്ട് അതിനെ പഠിപ്പിക്കണ്ടേ? അപ്പം അതിനെ പഠിപ്പിക്കാൻ, മെഷീൻ ലേണിങ്ങിൽ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ആ മോഡലിനെ പഠിപ്പിക്കുന്നതിന് നമുക്കൊരു കാറിൻ്റെ ഇത് വെച്ച് തന്നെ പറയാം. നമ്മൾ ഈ മെഷീൻ ലേണിംഗ് AI എന്ന് പറഞ്ഞാൽ ഒരു കാർ, ഒരു വെഹിക്കിൾ, ഒരു വണ്ടി എങ്ങനെ അത് പ്രവർത്തിക്കുന്നു, അത് നമ്മളെ എങ്ങനെ ഓട്ടിക്കുന്നു, ഇതാണ് മെഷീൻ ലേണിംഗ്.
അത് മെഷീൻ ലേണിങ്ങിലോട്ട് ആക്കിയെന്നേ ഉള്ളൂ. അതായത് ഇപ്പം എനിക്കൊരു വണ്ടി പഠിക്കണം. അതാണ് ഞാൻ ഇപ്പം ഇനി പറയാൻ പോണ ട്യൂട്ടോറിയൽ മൊത്തം ഒരു വണ്ടി പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ ഒരു മെഷീൻ ലേണിംഗ് മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുക്കുന്നത്. നമ്മൾ വണ്ടി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡ്രൈവിംഗ് സ്കൂളിൽ പോകും. അതുപോലെ നമ്മളൊരു മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ കുറച്ച് ഡേറ്റ കൊണ്ടുവരും. ആ ഡേറ്റയെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, അതുപോലെ നമ്മളെങ്ങനെ ഒരു കാറ് പഠിക്കാൻ പോകും. നമ്മളൊരു കാറ് പഠിക്കാൻ പോകാൻ നേരത്ത് ഫസ്റ്റ് അതിനകത്ത് നമുക്കൊന്നും അറിയത്തില്ല, കുറച്ച് ടൈമൊക്കെ പഠിക്കണം. അതിന് നമുക്ക് കുറച്ച് ഈ മെഷീൻ ലേണിങ്ങിൽ വരാൻ നേരത്ത് കുറച്ച് ഡേറ്റയാണ്. അപ്പം നമ്മളെ മോഡലിനെ പഠിപ്പിക്കണം. അതുപോലെ നമുക്കും കാറ് പഠിക്കണം. കാറ് പഠിക്കാൻ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകും. ഫസ്റ്റ് കാർ ഓടിച്ച് നോക്കും. ഇങ്ങനെ ഫസ്റ്റ് കാറൊന്ന് ഓടിച്ച് നോക്കും. അതാണ് നമ്മൾ ട്രെയിനിങ്. എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാറ് പഠിക്കുന്നു. ട്രെയിനിങ് മെഷീൻ ലേണിംഗ് മോഡലിനെ കുറച്ച് ഡേറ്റ കൊടുത്തതിന് പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മളും പഠിക്കുന്നു, പോയി പഠിക്കുന്നു. ഇതാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ട്രെയിനിങ് സമയത്ത് കുറേ പ്രശ്നങ്ങളില്ല. ഞാൻ ഇപ്പോൾ കാർ ഓടിക്കാൻ നേരത്ത് ഒരു സിഗ്നൽ കിടക്കുന്നു, ഞാൻ ജസ്റ്റ് വിട്ടടിച്ചങ്ങ് പോയി, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ആക്സിലറേറ്റർ അങ്ങ് ചവിട്ടി കൊടുത്തങ്ങ് പോയി. അപ്പം അവിടെ സംഭവിച്ചത് ഇറർ, ലോസ്. മെഷീൻ ലേണിങ്ങിലും ലോസ് ഉണ്ട്. ലോസ് ഫങ്ഷൻ ഇഷ്ടംപോലെ ലോസ് ഉണ്ട്. ക്രോസ് എൻട്രോപ്പി ലോസ് ഉണ്ട്, ബൈനറി ക്രോസ് എൻട്രോപ്പി ലോസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ഈ ലോസ്, ഇതിനാണ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കാൻ നേരത്ത് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, നമ്മൾ ഒരു മോഡൽ ഡേറ്റയെക്കുറിച്ച് കുറച്ച് പഠിക്കാൻ നേരത്ത്, മോഡൽ പ്രെഡിക്റ്റ് ചെയ്യാൻ നേരത്ത് വരുന്ന ഇപ്പോൾ കുറേ ഡേറ്റയുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് മെഷീൻ ലേണിങ്ങിൽ മൂന്ന് ലേണിംഗ് ഉണ്ട്. സൂപ്പർവൈസ് ലേണിംഗ്, അൺസൂപ്പർവൈസ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ സെമി സൂപ്പർവൈസ് ലേണിംഗ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പം സൂപ്പർവൈസ് ലേണിങ്ങിൽ എടുത്താൽ നമുക്ക് കുറച്ച് ലേബിൾഡ് ഡേറ്റ ആയിരിക്കും. ഡേറ്റ ലേബൽ ചെയ്തിട്ടുണ്ടാകും. ആ ലേബിൾഡ് ഡേറ്റയിൽ നിന്ന് എനിക്കിപ്പം മാലിഗ്നൻറ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മാലിഗ്നൻറ്റ് ഡിസീസ് ക്യാൻസർ പ്രെഡിക്റ്റ് ചെയ്യും. ക്യാൻസറിൻ്റെ ഇപ്പം ഏജ് വെച്ച് ക്യാൻസർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് വെച്ചു. അപ്പം കുറച്ച് ലേബിൾഡ് ഡേറ്റ ഉണ്ട്. ഏജ് വെച്ചിട്ട്, നോട്ട് ഏജല്ല, ഈ സെല്ലിൻ്റെ, ക്യാൻസർ സെല്ലിൻ്റെ സൈസ് വെച്ചിട്ട് ക്യാൻസർ ഉണ്ടോ ഇല്ലയെന്ന് പ്രെഡിക്റ്റ് ചെയ്യും. ക്യാൻസർ സെല്ലിൻ്റെ സൈസ് വെച്ചിട്ട്. അപ്പം സൈസ് ഒരളവുണ്ടെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പം നമ്മളെ മോഡലിനകത്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ വരുന്ന മിസ്റ്റേക്ക്, ഈ കാര്യങ്ങളാണ് നമുക്ക് വരുന്ന ഒരു വണ്ടി ഓടിക്കാൻ വരുന്ന മിസ്റ്റേക്ക്. അതുപോലെയാണ് ഈ മിസ്റ്റേക്ക് മാറ്റാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെയുള്ളതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോഡ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞുതരാം. ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പിറകിലോട്ട് നോക്കും. നമ്മളിപ്പം ഇന്ന് വണ്ടി ഓടിച്ച് ഞാൻ ഓടിക്കാൻ നേരത്ത് എനിക്കൊരു പിഴവ് പറ്റി. അതായത് ഞാൻ സിഗ്നൽസ് നോക്കിയില്ല, സിഗ്നൽസിൽ കൂടെ കയറിയങ്ങ് പോയി. സിഗ്നൽ ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കാതെ അങ്ങ് വണ്ടി നേരെ ഓടിച്ചുകൊണ്ടങ്ങ് പോയി. ഒരു എറർ പറ്റി. നെക്സ്റ്റ് ഡേ നമ്മൾ പഠിക്കാൻ നേരത്ത് ഈ സിഗ്നൽ വരാൻ നേരത്ത് എൻ്റെ ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്യും. ഞാൻ മുമ്പ് എനിക്ക് വന്ന പിഴവ് എന്താണെന്ന് നോക്കിയിട്ട് അത് ഇവിടെ തിരുത്തും, ലോസ് കുറയ്ക്കും. ഇങ്ങനെ ഈ മെഷീൻ ലേണിങ്ങിൽ കുറേ ഇപ്പോച്ചസ് ഉണ്ട്. നമ്മളൊരു മോഡലിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ നേരത്ത് ഇപ്പോച്ചസ് ഉണ്ട്. അതായത് എത്ര വട്ടം, ഒരു 100 ഇപ്പോച്ചസ് ആണെങ്കിൽ 100 വട്ടം മോഡലിനെ ട്രെയിൻ ചെയ്യും. ഇപ്പം എനിക്കിപ്പം ഡ്രൈവിംഗ് ക്ലാസ് 100 ദിവസമേ ഉള്ളൂ. ഈ 100 ദിവസവും നമ്മൾ പഠിക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത ദിവസം പഠിക്കാൻ നേരത്ത് എനിക്ക് ഇന്നലെ വന്ന പിഴവ് എന്താണ്, അത് ഇന്ന് ഞാൻ സോൾവ് ചെയ്യും. ഇന്ന് എന്തെങ്കിലും എറർ വന്നാൽ നാളെ ഞാൻ സോൾവ് ചെയ്യും. അങ്ങനെ സോൾവ് ചെയ്യുന്ന പോലെ മോഡലിനെയും ട്രെയിൻ ചെയ്തിരിക്കാൻ നേരത്ത് ലോസ് വരും. ഈ ലോസിനെ സോൾവ് ചെയ്യുന്നതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ, മുമ്പ് നടന്ന പിഴവ് എന്താണ് അതിപ്പോൾ സോൾവ് ചെയ്തു. അങ്ങനെ ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്യും. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിനൊരു മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. ഇതുപോലെ കാറ് നമ്മൾ ഓടിച്ച് ട്രെയിൻ ചെയ്യുക. ഈ കാർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് വരത്തില്ലേ, ഈ NVD നമുക്കൊരു ടെസ്റ്റ് നടത്തൂലേ, ലൈസൻസ് കിട്ടണ്ടേ, ഈ മോഡലിനെ നമുക്ക് ലൈസൻസ് കൊടുക്കണ്ടേ. അപ്പം ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് വേറെ ഒരു ഡേറ്റ ഇല്ല നമ്മളെ കൂടെ. നമുക്ക് മുമ്പ് പഠിപ്പിക്കാൻ നേരത്തെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് പറഞ്ഞു തരാൻ. ഇപ്പോൾ ഒന്നുമില്ല. അതുപോലെ നമ്മളൊരു മോഡലിനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ നേരത്ത് ലേബലോ ഒന്നുമില്ല. ഒരു മോഡലിന് കുറച്ച് ഡേറ്റ അങ്ങ് കൊടുക്കുകയാണ്. ടെസ്റ്റിങ്ങിന് വേണ്ടി കുറേ ഡേറ്റയും കൊടുക്കുക. ആ ഡേറ്റയിൽ നിന്ന് മോഡലങ്ങ് പ്രെഡിക്റ്റ് ചെയ്തോളണം.
അങ്ങനെ ഡേറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ നമുക്കും ടെസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെയാണ് മെഷീൻ ലേണിംഗ് മോഡലിനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മോഡലിനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. ഒരു മോഡലിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം. നമ്മളൊരു കാറ് പഠിക്കുന്നത് പോലെ, ഒരു കാർ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെയാണ് ഒരു മെഷീൻ ലേണിംഗ് മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാർ. ഒരു നോർമൽ ഒരു ചെറിയൊരു കാറ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താണ് സൂപ്പർവൈസ് ലേണിംഗ്, അൺസൂപ്പർവൈസ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്, അതുള്ള കാര്യങ്ങൾ പറയാം. I see you in the next video. Welcome back aliens. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെഷീൻ ലേണിംഗ് vs ഡീപ്പ് ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്താണെന്ന് ഞാൻ ഇന്നലെ കുറേ പറഞ്ഞിട്ടുണ്ട്. ഡീപ്പ് ലേണിങ്ങിനെ കുറിച്ചും പറഞ്ഞു തന്നായിരുന്നു. അപ്പം മെഷീൻ ലേണിംഗ് vs ഡീപ്പ് ലേണിംഗ്, അതിനകത്ത് മെഷീൻ ലേണിങ്ങിന് കുറേ അൽഗോരിതംസ് ഉണ്ട്, ഡീപ്പ് ലേണിങ്ങിൽ വേറെ കുറേ അൽഗോരിതംസ് ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് എന്താണെന്ന് കുറേ നോക്കാം. മെഷീൻ ലേണിങ്ങിൽ വരുന്നത് മെയിനായിട്ടുള്ള കാര്യം, അതിനകത്ത് പറഞ്ഞ അൽഗോരിതംസ് ആണ് റാൻഡം ഫോറസ്റ്റ്, ഗ്രേഡിയൻറ്റ് ബൂസ്റ്റ്, നൈവ് ബയാസ്, നിയറസ്റ്റ് നെയ്ബർ, സപ്പോർട്ട് വെക്ടർ മെഷീൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മെഷീൻ ലേണിങ്ങിൽ വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് സൂപ്പർവൈസ് ലേണിംഗ്, അൺസൂപ്പർവൈസ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആൻഡ് സെമി സൂപ്പർവൈസ് ലേണിംഗ്. ഞാൻ ഇന്നലെ പറഞ്ഞു എന്താണ് സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. സൂപ്പർവൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലേബിൾഡ് ഡേറ്റ ആയിരിക്കും. ആ ഡേറ്റയിൽ കുറച്ച് ലേബിൾസ് ഉണ്ടാകും. അതായത് സൈസ് വെച്ചിട്ട് ക്യാൻസർ സെല്ലിൻ്റെ സൈസ് വെച്ചിട്ട് ക്യാൻസർ ഉണ്ടോ ഇല്ല എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ സൂപ്പർവൈസ് ലേണിംഗ് ആണ്. അൺസൂപ്പർവൈസ് എന്ന ലേബിൾ ചെയ്തിട്ടില്ലാത്ത ഡേറ്റാസ്. ഇനി റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ മോഡല് കാര്യങ്ങൾ നോക്കി പഠിക്കും, സ്വന്തമായിട്ട് പഠിക്കും, എറർ വരും, അതെടുത്തതിന് തിരുത്തും, അങ്ങനെ പഠിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. സെമി സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അൺസൂപ്പർവൈസ് ലേണിംഗ് സൂപ്പർവൈസ് ലേണിംഗ് കൂടെ ചേർന്നതാണ്. ലേബിൾ ഡേറ്റ ഉണ്ടാവും, ലേബിൾ ഇല്ലാത്ത ഡേറ്റ ഉണ്ടാവും. ഡീപ്പ് ലേണിംഗിൽ വരാൻ നേരത്താണ് ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക്? ഒരു ഹ്യൂമൻ ബ്രെയിനിലെ ന്യൂറോൺസ്, ആ ന്യൂറോൺസിൽ നിന്ന് സയൻറ്റിസ്റ്റ്സ് പ്രൂവ് ചെയ്ത് എടുത്തതാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ന്യൂറൽ നെറ്റ്വർക്ക്, ഫുള്ളി കണക്റ്റഡ് ന്യൂറൽ നെറ്റ്വർക്ക്, കൺവെൻഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, ഇതിനകത്ത് ഡീപ്പ് ലേണിംഗിൽ വരുന്നതാണ്. റെക്കറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക്, ട്രാൻസ്ഫോമർ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഇപ്പം വാട്ട് ഈസ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പഠിക്കാം. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ കുറച്ച് ഡേറ്റ, എനിക്കിപ്പം കുറച്ച് ഫുഡ്സ് കാര്യങ്ങളുണ്ട്, രാമൻ, സ്പെഗാറ്റി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ ഇതുണ്ട്, കുറച്ച് ഫുഡിൻ്റെ കുറച്ച് ഇമേജസ്, പിന്നെ കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളുണ്ട്, കുറച്ച് വാട്ട് യു ആർ ലേറ്റർ, ഇങ്ങനെ കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു വോയിസ്. ഈ ഇൻപുട്സിനെല്ലാം നമ്മളൊരു മോഡലിലോട്ട് ഇടാൻ നേരത്ത് അതെല്ലാം ഒരു ടെൻസറാക്കി മാറ്റും. ടെൻസർ, നമ്പേഴ്സ്, ന്യൂമറിക്കൽ എൻകോഡിംഗ് എന്നാണ് പറയുന്നത് ഇതിന്. നമ്മളിടുന്ന ഡേറ്റ എല്ലാം നമുക്ക് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്പേഴ്സാണ്. കമ്പ്യൂട്ടറിന് ഈ ഇമേജ് കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഞാനിപ്പം ഈ ഇടുന്ന വീഡിയോയിലും കമ്പ്യൂട്ടറിന് ഇതെല്ലാം ജസ്റ്റ് നമ്പേഴ്സാണ്. നമുക്ക് മാത്രം വിഷ്വലൈസ് ചെയ്യാനാണ് ഈ വീഡിയോയും കാര്യങ്ങളും. കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ നമ്പേഴ്സ് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതിന് ന്യൂമറിക്കൽ എൻകോഡിങ്, നമ്മളിടുന്ന ഡേറ്റയിൽ നമ്മളിപ്പം കാണുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് സീറോസ് വൺസും ആയിട്ടാണ് ഇതിന് മനസ്സിലാവുന്നത്. ജസ്റ്റ് 0, 1 കാര്യങ്ങളും നമ്പേഴ്സായിട്ടാണ് നമ്മളെ കമ്പ്യൂട്ടറിന് മെഷീന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മളിടുന്ന ഡേറ്റയെല്ലാം എന്താണ്, നമ്പേഴ്സാക്കി മാറ്റും. ഇതെല്ലാവരും നമ്പറാണ്, ഇതെല്ലാം നമ്പേഴ്സാണ്. നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇതുള്ളൂ. ഈ മെഷീന് ഇതെല്ലാം നമ്പേഴ്സ്. മെഷീൻ ഇതെന്തുവാ, ഈ വീഡിയോ എന്തുവാണെന്ന് കാണത്തില്ല, നമ്പേഴ്സായിട്ട് അതിനറിയത്തുള്ളൂ. അതിനെല്ലാവരും നമ്പറുണ്ട്. അപ്പം ന്യൂമറിക്കൽ എൻകോഡിങ് ചെയ്ത നമ്പേഴ്സ് ടെൻസർ ആക്കി മാറ്റും. ടെൻസർ എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടെൻസർ നമ്മളെ ന്യൂറൽ നെറ്റ്വർക്കിൽ എന്തൊക്കെയുണ്ട്? അതിനകത്തൊരു ന്യൂറോൺ ഉണ്ട്, പിന്നെ അതിൽ ആക്സോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, സിനാപ്റ്റിക് നോബുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരിക്കും, ബയോളജി പഠിച്ചിട്ടുള്ളതൊക്കെ അറിയാം. അതുപോലെ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കും അതിൽ നിന്ന് തന്നെ എടുത്തതാണ്.
അതിൽ നമുക്ക് ഇൻപുട്ട് ഉണ്ടാവും. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇപ്പം ഈ ന്യൂമറിക്കൽ എൻകോഡിങ് ചെയ്ത ഈ ഇൻപുട്ട് നമ്മൾ ആ ഇൻപുട്ട് ലെയർസിലോട്ട് വരും. അതിനകത്ത് കുറച്ച് വെയിറ്റും ബയാസും കൂടെ ഇട്ട് അതിനെ ഒന്ന് കലക്കും. അതിൽ ഫസ്റ്റ് റാൻഡമായിട്ട് കുറച്ച് വെയിറ്റ് ബയാസ് കാര്യങ്ങളിടും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഹിഡൻ ലെയർ ഉണ്ട്. ഹിഡൻ ലെയർ പിന്നെ ഒരു ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. അപ്പം ഇതിന് ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ ന്യൂറോൺ എന്താണെന്ന് നോക്കും. അതുപോലെ തന്നെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക്. ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഇൻപുട്ട് ഇവിടെ വരും. ഔട്ട്പുട്ടാണ് നമ്മളെ വൈ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഇൻപുട്ട് വരും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എക്സ്, പിന്നെ നമ്മളെ വെയിറ്റ് പ്ലസ് ബയാസ്. നമ്മൾ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആ ഒരു ഇക്വേഷൻ പോലെയല്ലേ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇതും. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പം നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് വരാൻ നേരത്ത് ഇവിടെ നമുക്ക് ഈ ഇമേജ് എടുത്ത് നോക്കാം. ഇതാ ഇവിടെ നല്ല എക്സാമ്പിളാണ്. നമ്മളെ നോർമൽ നമ്മളെ തലച്ചോറിലുള്ള ന്യൂറോൺസ്, അതുപോലെയാണ് ന്യൂറൽ നെറ്റ്വർക്ക്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. നമ്മുടെ ഇവിടെ ന്യൂറോൺ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. ഇതാണ് ഡെൻഡ്രൈറ്റ്സ്. പിന്നെ ആക്സോൺ ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ന്യൂറോൺസായിട്ട് കണക്ട് ചെയ്ത് തലച്ചോറിൽ ഇഷ്ടംപോലെ കോടിക്കണക്കിന് ന്യൂറോൺസ് ഉണ്ട്. അപ്പം ഈ ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്ത് സെൽ ബോഡി ഉണ്ട്, ആക്സോൺ ഉണ്ട്, ഇത് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമ്മളെ ഡെൻഡ്രൈറ്റ്സ് കൂടെ ഇപ്പോൾ വേറൊരു ന്യൂറോണിൽ കൂടെ വന്ന ഇൻപുട്ട് നമുക്ക് തലച്ചോറിൽ കൂടെ പെട്ടെന്ന് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എനിക്കത് വലിയ പിടിയില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇതിനെക്കുറിച്ച് വലിയ പിടിയുണ്ട്. അപ്പം കുറച്ച് ഇൻപുട്ട്സ് നമുക്ക് വേറൊരു ന്യൂറോണിൽ നിന്ന് ഇങ്ങോട്ട് വരും. അതുപോലെയാണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് കുറച്ച് ഇൻപുട്ട്സ് വരും. നേരത്തെ പറഞ്ഞുള്ള ഇൻപുട്ട്സ് വരും. ഇതിലൂടെ കുറച്ച് വെയിറ്റ് ബയാസും കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മളെ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മളെ ഇൻപുട്ട്സ് വരുന്നത് ഇവിടെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് പ്രോസസ്സ് ചെയ്യും. പിന്നെ ഈ ആക്സോണിൽ കൂടെ പോയി ഔട്ട്പുട്ട് വരും. ഇതുപോലെ തന്നെ ഈ ഔട്ട്പുട്ട് ലെയറിൽ കൂടെ പോയി നമുക്കൊരു ഔട്ട്പുട്ട് വരും. ആക്ടിവേഷൻ ലെയർസ് ഉണ്ട്. ആക്ടിവേഷൻ, റെലു, സോഫ്റ്റ് മാക്സ്, ഇഷ്ടംപോലെ ആക്ടിവേഷൻ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് പഠിക്കാം. ഡീപ്പ് ലേണിങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഫസ്റ്റ് മനസ്സിലായിരിക്കുന്ന കാര്യമാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ഇൻപുട്ട് ലെയർ ഉണ്ട്, ഹിഡൻ ലെയേഴ്സ് ഉണ്ട്, ഔട്ട്പുട്ട് ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ഇൻറ്റു ഇൻപുട്ട് പ്ലസ് വെയിറ്റ് ഇൻറ്റു വെയിറ്റ് 2 ഇൻറ്റു ഇൻപുട്ട് പ്ലസ് ഇഷ്ടംപോലെ വെയിറ്റ് ഇൻപുട്ട് നമുക്കുണ്ട്. അപ്പം ഇതെല്ലാം ഇൻപുട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ബാക്ക് ടു ദ കോഡ് ഇവിടെ വരാം. അതുപോലെ നമ്മളെ ന്യൂറൽ നെറ്റ്വർക്ക് കൂടെ ഈ ഒരു ഇൻപുട്ട്സ് ഈ ഒരു ടെൻസർ കടന്നു പോകും. അതിൻ്റെ കൂടെ വെയിറ്റ് പ്ലസ് ബയാസ് കാര്യങ്ങൾ ആഡ് ചെയ്യും. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കോഡ് ചെയ്ത് കാണിച്ചു തരാം. അതെല്ലാം ഇങ്ങനെ വരുമ്പോൾ നേരത്തെ നമുക്കൊരു ഔട്ട്പുട്ട് ലെയർ വരും. അപ്പോൾ നമ്മൾ മോഡൽ പറയും ഇതിട്ട് കൊടുത്ത് ഈ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മോഡലിന് എന്തുവാണെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ഒരു പൂച്ചയുടെ ഇമേജ് ഇട്ട് അത് പൂച്ചയാണോ ക്യാറ്റാണോ എന്ന് മെഷീൻ അറിയാമോ? നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് പൂച്ചയാണെന്ന്. പക്ഷേ ഒരു മെഷീൻ കണ്ടാൽ പൂച്ചയാണോ ക്യാറ്റാണോ എന്ന് എങ്ങനെ അറിയും? മെഷീൻ നമ്പർ ആക്കിയിട്ട് മെഷീൻ പ്രഡിക്റ്റ് ചെയ്യും. അതാണ്ട് ഈ നമ്പർ ഇങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്തത്. ഒരു ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെയാണ്. നമുക്കൊരു പൂച്ചയെ കാണാത്ത നമ്മളെ തലച്ചോറിലോട്ട് നെക്സ്റ്റ് ന്യൂറലോട്ട് ഡെൻഡ്രൈറ്റ് വരെ നമുക്ക് കുറച്ച് ഇൻപുട്ട് വന്നിട്ട് നമുക്ക് പൂച്ചയാണെന്ന് മനസ്സിലാവും. അതുപോലെ നമുക്ക് മെഷീനിലും ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്. മെഷീനിലോട്ട് കുറച്ച് ഇൻപുട്ട് വരും, അതിന് ന്യൂമറിക്കൽ എൻകോഡിങ് നടത്തും. ഇതുവരെ ഇങ്ങനെ കടന്നു പോയിട്ട് കുറച്ച് വെയിറ്റ് ബയാസ് കാര്യങ്ങൾ ആഡ് ചെയ്ത് ഇതെല്ലാം ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു ഔട്ട്പുട്ട് ടെൻസർ ഉണ്ട്. ഔട്ട്പുട്ട് ടെൻസർ ഇതാണ് റെപ്രസെൻറ്റേഷൻ ഔട്ട്പുട്ട്. ഇതിനെ തിരിച്ച് ഔട്ട്പുട്ടായിട്ട് എൻകോഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റേമൻ, സ്പഗാറ്റി ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തത്. ഫുഡും കാര്യങ്ങളും കറക്റ്റ് നമ്മളെ മോഡൽ പ്രഡിക്റ്റ് ചെയ്ത് എന്താണെന്ന് മോഡൽ മനസ്സിലായി. കുറേ ഡേറ്റാസ് ഉണ്ട്. ആ ഡേറ്റാസ് വെച്ച് മോഡൽ പഠിച്ചിട്ടാണ് ഈ ഔട്ട്പുട്ട് വരുന്നത്. അപ്പം നമ്മളൊരു ChatGPTക്കകത്ത് ഒരു പൂച്ച ഇട്ട് കൊടുത്തിട്ട് അത് ഇത് എന്താണ് ഈ ഇമേജ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ChatGPT പറയും പൂച്ചയെന്ന്. എന്ത് പൂച്ച, പല സൈസ് പട്ടിയെ പോലെ ഇരിക്കുന്ന പൂച്ച ഇട്ട് കൊടുത്താലും കറക്റ്റ് പൂച്ചയായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മളെ മോഡലിനെ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ. അത്രത്തോളം നമ്മളെ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം.
ബെറ്റർ ട്രെയിനിങ്ങിലൂടെയാണ് നമ്മളെ മോഡൽ എത്ര ബെറ്ററായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹായ് സാർ, വാട്ട് വെദർ ടുഡേ. ഈ ഇൻപുട്ട് എന്താണ്, ഈ വോയിസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആ വോയിസിനെ എൻകോഡ് ചെയ്ത് നമ്പേഴ്സ് ആക്കും. എന്താണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഡേറ്റ, ഞാനിപ്പം ജെമിനി എയിൽ ഉള്ളൊരു ഫീച്ചറാണ്. നമുക്ക് ജെമിനിയായിട്ട് സംസാരിക്കാം. ജെമിനിയായിട്ട് ഞാൻ സംസാരിക്കുക, ഹലോ ജെമിനി എന്ന് സംസാരിക്കാൻ നേരത്ത് ഇതിനെല്ലാം ന്യൂമറിക്കലായിട്ട് ആ മെഷീന് ജെമിനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിനെ നമ്പേഴ്സ് ആക്കും. ഇതുപോലെ ഹിഡൻ ലെയേഴ്സ് കൂടെ കണക്ട് ചെയ്യും, നമ്പേഴ്സ് ആക്കി എന്താണ് ഞാൻ സംസാരിച്ചെന്ന് മോഡൽ മനസ്സിലാക്കും. ഇതുപോലൊരു ഔട്ട്പുട്ട് ആ മോഡൽ മനസ്സിലാക്കും. ഈ ഔട്ട്പുട്ട് മനസ്സിലാക്കും. അതിനനുസരിച്ച് അതിന് പഠിച്ച ഡേറ്റയിൽ നിന്ന് അത് നമുക്കൊരു ഔട്ട്പുട്ട് തരും. അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. ഇൻപുട്ട് ലെയർ ഉണ്ട്, ഓവറോൾ ആർക്കിടെക്ചറാണ്, ഹിഡൻ ലെയേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. ടൈപ്സ് ഓഫ് ലേണിംഗ്, സൂപ്പർവൈസ് ലേണിംഗ്, ഇത് ഞാൻ പറഞ്ഞതാണ്. ട്രാൻസ്ഫർ ലേണിംഗ്, അതായത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു മോഡൽ, കുറച്ച് 2-3 മോഡലുണ്ടാവും. ഈ മോഡലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തെന്ന് പറയുന്നതാണ്. ഡീപ്പ് ലേണിംഗ് ആക്ച്വലി യൂസ്ഡ് ഫോർ, നമ്മളെ ഡീപ്പ് ലേണിംഗ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളെ യൂട്യൂബ് നമ്മൾ യൂസ് ചെയ്യും. യൂട്യൂബിനകത്ത് എന്താ, ഞാനിപ്പം കുറച്ച് വീഡിയോസ് കണ്ടു. കുറച്ച് വീഡിയോസ് കാണാൻ നേരത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് വീഡിയോസ്, നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് അവിടെ വന്ന് കിടക്കുന്ന കാണത്തില്ലേ. ഞാനിപ്പം സെർച്ച് ചെയ്യുന്ന, സാധാരണ ഞാൻ എന്ത് വീഡിയോകളാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ആ വീഡിയോസ് ഫ്രണ്ടിൽ വന്ന് കിടക്കും. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് കാണാൻ നേരത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ബേസിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഫുഡിനെ കുറിച്ചുള്ള വീഡിയോസ്, എനിക്ക് മെഷീൻ ലേണിംഗ് ആണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ മെഷീൻ ലേണിങ്ങിൻ്റെ കുറേ വീഡിയോസ് ഫ്രണ്ടിൽ വന്ന് കിടക്കും. നമ്മൾ എന്താണ് നോക്കുന്ന, റെക്കമെൻഡേഷൻ. അതാണ് റെക്കമെൻഡേഷൻ. നമുക്ക് കുറേ റെക്കമെൻഡേഷൻ. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ നമ്മളൊരു സിനിമ കണ്ട ഏത് സിനിമയാണെന്ന് ഇഷ്ടപ്പെട്ട ആ ജേണറിലുള്ള ത്രില്ലറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതെങ്കിൽ ത്രില്ലേഴ്സ് മൂവീസ് ഇഷ്ടം പോലെ നമുക്ക് റെക്കമെൻഡേഷൻ തന്ന് തരും. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ ടൈം കില്ലിങ്ങിന് വേണ്ടിയാണ് ഈ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. നമ്മളത് ചെയ്യാൻ നേരത്ത് അത് യൂസ്ഫുള്ളാണ്. ഈ റെക്കമെൻഡേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്താണ് നമുക്കത് പ്രശ്നമാകുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഷോർട്സ് കാണുന്നു, നിങ്ങൾക്ക് ഇഷ്ടംപോലെ റെക്കമെൻഡേഷൻ കാണാൻ നേരത്ത് നിങ്ങൾ ഒരു ഷോർട്സ് റെക്കമെൻഡ് വന്ന് ഫ്രണ്ടിൽ വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള ആകാംക്ഷയാണ്, കാണും. ഇത്രയും ടൈം നിങ്ങൾ കില്ല് ചെയ്യാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പം നെക്സ്റ്റ് വരുന്നത് നമ്മളെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ്. ഞാനിപ്പം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതിന് ഔട്ട്പുട്ടായിട്ട് അത് തരും. ഞാനിപ്പം ഹിന്ദിയിൽ ഇട്ട് കൊടുത്താൽ എനിക്ക് തമിഴിലാക്കി തരാൻ പറഞ്ഞാൽ തമിഴിലാക്കി തരൂലേ. ഞാൻ മലയാളത്തിൽ സംസാരിച്ചാൽ ഇംഗ്ലീഷ് ആക്കാൻ പറഞ്ഞാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. പിന്നെ കമ്പ്യൂട്ടർ വിഷൻ, നമ്മളെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മളെ ടെസ്ല കാറ്. അപ്പം പോകാൻ നേരത്ത് കമ്പ്യൂട്ടർ വിഷൻ കാര്യങ്ങൾക്ക് ടെസ്ല എന്താണ്, റോഡിൽ കൂടി പോകാൻ നേരത്ത് വണ്ടിയുണ്ടോ, സൈഡിൽ വണ്ടിയുണ്ടോ, ഇതെല്ലാം കമ്പ്യൂട്ടർ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയും. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നാണ് ഇതിൻ്റെ പറയുന്നത്. അത് നമ്മൾ ഇതിൻ്റെ അവസാനത്തെ ഒരു ബേസ് കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ. നമ്മൾ പിന്നെ നോക്കും. ഇപ്പം കുറേ കാര്യങ്ങൾ, ഈ നമ്മളെ ഇമെയിൽ നോട്ട് സ്പാം ആണോ അല്ലേന്ന് കണ്ടുപിടിക്കാം. റോഡിൽ ഒരു വണ്ടി ഉണ്ടോ ഇല്ലയെന്ന കാര്യങ്ങൾ, ഇത്ര കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പൈടോർച്ച് കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം. പൈടോർച്ചിൻ്റെ സ്ട്രെങ്ത് അളക്കാൻ എഴുതാണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ മികച്ചിരിക്കുന്ന പൈടോർച്ചാണ്. ഇതിൻ്റെ ടെൻസർ ഫ്ലോ ആണ്. പിന്നെ ജാക്സ്, അങ്ങനെ കുറേ ടോർച്ച് കാര്യങ്ങൾ, കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ പൈടോർച്ചാണ് മെയിനിൽ നിൽക്കുന്നത്. അപ്പം നമുക്കിനി കോഡിങ് നെക്സ്റ്റ് ക്ലാസ് ചെയ്ത് നോക്കുക. അതിന് മുമ്പ് നമുക്ക് GPU എന്നാണെന്ന് പറഞ്ഞിട്ട് പോവാം. ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ഇതെല്ലാം റൺ ചെയ്യാൻ ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്, 2 കാര്യങ്ങളുണ്ട്. ഇപ്പം NVIDIAയുടെ GPU ഇതൊന്നും വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് നമുക്ക് ഗൂഗിൾ കൊളാബിൽ ഫ്രീ TPU ഉണ്ട്, TPU 4. ഇതിനകത്താണ്, ഇത് ഗൂഗിളിൻ്റെ ഒരു TPU ഇതാണ്. നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡൽ റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് GPU ഒരു TPU അല്ലെങ്കിൽ CPU ആണ്. CPU ഇസ് വെരി സ്ലോ. അതുകൊണ്ട് നമ്മൾ GPU, ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് വേണ്ടി വരും. പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. ഇത്രയൊക്കെയാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ഐ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പൈടോർച്ച് എന്നുള്ള കുറേ കാര്യങ്ങളും കുറേ ഇൻട്രൊഡക്ഷനും കുറച്ച് തിയറി കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോണത്, ഇഫ് യു ഡൗട്ട് കോഡ് ഇറ്റ് ഔട്ട്, റൺ ദ കോഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോഡ് ചെയ്യുക, റൺ ദ കോഡ്.
ഇനിയുള്ള ഡൗട്ട്സ് എല്ലാം നമുക്ക് കോഡിനകത്ത് തീർക്കാം. കോഡ് ഇറ്റ് ഔട്ട്. അപ്പം തുടങ്ങാം. എന്താണ് പൈടോർച്ച്? നിങ്ങൾ ഗൂഗിൾ കൊളാബ് research.google കൊളാബ് എടുക്കുക, ടെൻസർ എന്താണെന്ന് മനസ്സിലാക്കുക, ബാക്കി നമുക്ക് ചെയ്തുകൊണ്ട് പിടിക്കാം. ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് പൈടോർച്ച്, ഇമ്പോർട്ട് ടോർച്ച് ഇമ്പോർട്ട് ടോർച്ച് എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാൻഡാസ് വേണം. ഇമ്പോർട്ട് പാൻഡാസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ യൂട്യൂബിൽ കുറേ ക്ലാസ്സസ് ഉണ്ട്. പാൻഡാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റാസ് എങ്ങനെ ഒരു ഡേറ്റ ഫയൽസ് ഡേറ്റ സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ് പാൻഡാസ് വന്നത്. ഇമ്പോർട്ട് ഇപ്പോൾ നമ്മൾ പാൻഡാസ് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. പാൻഡാസ് ആസ് പി ഡി, അതുപോലെ തന്നെ ഇമ്പോർട്ട് NumPy മാറ്റ്പ്ലോട്ലിബ് കാര്യങ്ങൾ എടുക്കുക. എന്നിട്ട് പൈടോർച്ചിൻ്റെ വെർഷൻ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. torch.version റൺ ചെയ്യുക. റൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഗൂഗിൾ കൊളാബ് എന്തോ സ്ലോ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് എടുത്തതല്ലേ ഉള്ളൂ, പഠിച്ചു വരട്ടെ. ഫസ്റ്റ് നമുക്ക് അത് പ്രിൻ്റ് ആവുന്ന പൈടോർച്ച് 2.9.0 നിങ്ങൾ യൂസ് ചെയ്യുന്ന നേരത്ത് വേറെ വല്ലതും ആയിരിക്കും, ജസ്റ്റ് പറയുന്നത്. അപ്പം ഇൻട്രൊഡക്ഷൻ ടു പൈടോർച്ച്. നിങ്ങൾക്ക് ഇതിനകത്ത് മാർക്ക് ഡൗൺ ഹെഡിങ് കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഗൂഗിൾ കൊളാബിൽ Ctrl+MM, ഇനി മാക്ക് ആണെങ്കിൽ Command MM 2M ക്ലിക്ക് ചെയ്താൽ ഇനി നെക്സ്റ്റ് ന്യൂ ഒരു സെല്ല് വേണമെങ്കിൽ, അതായത് ന്യൂ ഒരു കോളം വേണമെങ്കിൽ Ctrl+MB അടിച്ചാൽ മതി. ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പുതിയ കോഡും ടെസ്റ്റിനും എടുക്കേണ്ട ആവശ്യമില്ല, ഇത് ചെയ്താൽ മതി. അപ്പം ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റിംഗ് ഒരു ടെൻസർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ടെൻസർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു സ്കെയിലർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു സ്കെയിലർ എങ്ങനെയായിരിക്കും കാണിച്ചു തരാം. സ്കെയിലർ നമ്മളെ വെക്റ്റർ നമ്മൾ മാത്സ് ഇഷ്ടം പോലെ ആവശ്യം വരുന്നുണ്ട്. അപ്പം മാത്സ് അറിയാത്തവർ മാത്സ് ഒന്ന് പോയി പഠിച്ചിട്ടില്ല. സ്കെയിലർ എന്താണ്, വെക്റ്റർ കാര്യങ്ങൾ പഠിച്ചോട്ടെ. സ്കെയിലർ ഈക്വൽ ടു നമുക്ക് torch.tensor ഒരു 1 ഡൈമെൻഷണൽ ആയിട്ടാണ് നമ്മൾ സ്കെയിലറിനെ സൂചിപ്പിക്കുന്നത്. സ്കെയിലർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 1 ഡൈമെൻഷണൽ, സീറോ ഡൈമെൻഷൻ ഉള്ളതാണ് സ്കെയിലർ. വെക്റ്ററാണ് 1 ഡൈമെൻഷൻ. എനിക്ക് ചെറിയ തിരുത്തൽ പറ്റി. അപ്പം torch.tensor ഒരു 1 ഡൈമെൻഷണൽ ടെൻസറിനെയാണ് നമ്മൾ സ്കെയിലർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുത്തു, ടെൻസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നമ്പർ കൊടുക്കാം. ഒരു ഡൈമെൻഷൻ മാത്രമേ ഉള്ളൂ ഇതിന്. ഞാൻ സ്കെയിലർ ഒന്ന് പ്രിന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ സ്കെയിലർ ജസ്റ്റ് ഷിഫ്റ്റ് എൻ്റർ കൊടുത്താൽ പ്രിന്റ് ആവും. അതിനുശേഷം ഇതിൻ്റെ ഡൈമെൻഷൻ നമ്മൾ എങ്ങനെ മനസ്സിലാവും, സ്കെയിലർ ഡോട്ട് endIm അടിക്കാൻ നേരത്ത് ഇതിൻ്റെ ഡൈമെൻഷൻ സീറോ ഡൈമെൻഷണൽ ടെൻസറിനെയാണ് സ്കെയിലർ എന്ന് പറയുന്നത്. എന്താണ് വെക്റ്റർ നോക്കാം. വെക്റ്റർ ഈക്വൽ ടു torch.tensor നമുക്ക് 1 ഡൈമെൻഷൻ ഒരു 7,7 വെക്റ്റർ നമുക്ക് പ്രിന്റ് ചെയ്യാം. 7, ടെൻസർ 7,7 വന്നിട്ടുണ്ട്. അതിനുശേഷം vector.endIm അടിക്കാൻ നേരത്ത് നമുക്ക് ഡൈമെൻഷൻ 1 ഡൈമെൻഷൻ ടെൻസറിനാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് മെട്രിക്സിലോട്ട് പോകാം. എന്താണ് മെട്രിക്സ് എന്താണെന്ന് ഞാൻ പറയാം. മെട്രിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മെട്രിക്സ് അപ്പം ഒരു 2 ഡൈമെൻഷണൽ ടെൻസറിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. 1 ഡൈമെൻഷൻ, 2 ഡൈമെൻഷൻ, 3 ഡൈമെൻഷൻ 2 ഡൈമെൻഷൻ, 0 ഡൈമെൻഷൻ, 1 ഡൈമെൻഷൻ, 2 ഡൈമെൻഷൻ ആണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്.
അവിടെ MAT എന്ന് കൊടുത്തിട്ടുണ്ട്. MAT മൂസയല്ല, MAT മെട്രിക്സ് ആണ്. ടോർച്ച് ഡോട്ട് ടെൻസർ. ഇവിടെ 2 ഡയമെൻഷൻ ആവാൻ നേരത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കി. ഇവിടെ 2 ഡയമെൻഷൻ ആവാൻ നേരത്ത് 2 ഈ ബ്രാക്കറ്റ് വരും. അതിനുശേഷം ഒന്നാമത്തെ ബ്രാക്കറ്റാണ് ഇവിടെ കിടക്കുന്നത്. അതിനകത്ത് 1,2 ഒഴിച്ചു ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. അതിനുശേഷം അടുത്ത ഒരെണ്ണം തുറന്നിട്ട് 12,3. ഇതാണ് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡയമെൻഷൻ ആവുന്ന എങ്ങനെ മനസ്സിലാവുന്ന നോക്കിയതാണ്ട് ഇവിടെ 1 2 1 2. ഇനി 1 ഡയമെൻഷൻ ആവുന്നത് ഇത് 1, ഒരു ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇവിടെ ഒരു ബ്രാക്കറ്റും ഇല്ല, 0 ഡയമെൻഷൻ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി വയ്ക്കാം, വേറെ ഒന്നും മനസ്സിലാക്കില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രിന്റ് ചെയ്യാം. മാറ്റ് ടെൻസർ 2 ഡയമെൻഷൻ. ഇതിൻ്റെ ഡയമെൻഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ മാറ്റ് ഡോട്ട് ND നമ്പർ ഓഫ് ഡയമെൻഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം, 2 ഡയമെൻഷൻ. അപ്പം മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി മെട്രിക്സിൻ്റെ ഷേപ്പ് അറിയണമെങ്കിൽ മാറ്റ് ഡോട്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതി. എന്താണ് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കി തരും. ഇതിൻ്റെ ഷേപ്പ് 2,2 2,2, അതായത് റോ കോളം റോ. അതാണ്ടേ ഇത് 2 7,2 അതാണ് E2. 7,12 അതാണ് E2. 2,2 ഒരു 2,2 മെട്രിക്സ് ആണിത്. 2,2 മെട്രിക്സ്. ഇനി നമുക്കൊരു ടെൻസർ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്കേലാർ ഈസ് എ 0 ഡയമെൻഷണൽ ടെൻസർ. മാട്രിക്സ് ഈസ് 2 ഡയമെൻഷണൽ. വെക്റ്റർ 1 ഡയമെൻഷണൽ. ടെൻസർ. ഇനി നമുക്ക് ടെൻസറിലോട്ട് വരാം. മെയിൻ ആയിട്ടുള്ള കാര്യം ടെൻസർ ഈക്വൽ ടു ടെൻസർ നമുക്ക് ടോർച്ച് ഡോട്ട് ടെൻസർ. ഇത് 3 ഡയമെൻഷനലാണ്. ഒരു 3 ഡയമെൻഷണൽ ടെൻസറിനെയാണ് ടെൻസർ എന്ന് പറയുന്നത്. 3 ഡയമെൻഷൻ. അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ മതി 1 2 3 3 ഡയമെൻഷനാണ്. അപ്പം അതിൽ ഓരോ നമ്പേഴ്സ് ഞാൻ പറഞ്ഞുതരാം. 1 2 3 എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്ത ആദ്യം അവസാനം നമുക്ക് 3 ബ്രാക്കറ്റ് ആണ്. അത് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. 3 4 5. അടുത്ത ഒരു ബ്രാക്കറ്റ് തുറക്കുക. ഇവിടെ ബ്രാക്കറ്റ് തുറക്കാൻ മറക്കരുത്, ഞാൻ മറന്നു പറഞ്ഞു. ഇവിടെ ഒരെണ്ണം അടയ്ക്കാനും മറക്കരുത്. അപ്പം 8, 9, 10 ഇത്ര വന്നാണ്ട് അവിടെ 3 എണ്ണം ലാസ്റ്റ് അവസാനം വന്നു. ഇതാണ് 3 ഡയമെൻഷനാണിത്. നമുക്ക് ടെൻസർ ഒന്ന് കൊടുത്തിരിക്കുക. ടെൻസർ ഇതിൻ്റെ ഡയമെൻഷൻ നോക്കാം. ടെൻസർ ഡോട്ട് ND 3 ഡയമെൻഷൻ. ഇതാണ് ഡയമെൻഷൻ. നമ്പർ ഓഫ് ഡയമെൻഷൻ ഈക്വൽ ടു 3. ഇനി ടെൻസർ ഡോട്ട് ഷേപ്പ് ഷേപ്പ് 1,3,3. ഇതേതാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ്, ജസ്റ്റ് ഒരു ഹാഷ് ഒന്ന് അടിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്ത് വെച്ചോ എന്താണ് ഇതിവിടെ വരുന്നതെന്ന്. ഇതിലെ 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാനത്തിനാണ് 1 എന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ ഇത്രയും പ്രിന്റ് ചെയ്തില്ലേ, ഇതാണ് 1. ഒരൊറ്റ ഡയമെൻഷൻ ഇത്രയും കാര്യങ്ങൾക്കാണ് 1 എന്ന് പറയുന്നത്. ഇത് മൊത്തവും കൂടെ കൂട്ടിയാൽ 1. ഞാൻ ഇതിൻ്റെ ഇവിടെ 2 വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് 1. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ റോ 1 2 3 ഇതിനെയാണ് നമ്മൾ E3 സൂചിപ്പിക്കുന്നത്. പിന്നെ 1 3 8 ഇതിനെയാണ് E3 സൂചിപ്പിക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ടെൻസറിൻ്റെ ഷേപ്പ്. ഇതാണ് അതിൻ്റെ ഷേപ്പ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് റാൻഡം ടെൻസർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ഈ 0 എന്ന് പറഞ്ഞില്ലേ, ഇവിടെ 1 എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഈ 1. ഇപ്പം ടെൻസർ ഡോട്ട് 0 ഒന്ന് പ്രിന്റ് ചെയ്ത് തരാം. ടെൻസർ ഡോട്ടല്ല ടെൻസർ ഓഫ് 0.
ഇതാണ് അതിൻ്റെ ടെൻസർ ഓഫ് 0 എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു ഡയമെൻഷനകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ അകത്ത് ഇനി അടുത്ത ഡയമെൻഷൻ വരും. ഇവിടെ കൊടുത്തതിന് ശേഷം ഇനി അടുത്തൊരു ഇതുപോലത്തെ ഒരു സാധനം തന്നെ വേറെ ഉണ്ടാക്കാം, ഇതേപോലത്തെ ഒരു സാധനം. അപ്പം അതിൻ്റെ ഷേപ്പിൻ്റെ ഇവിടെ 2 ആവും. അതുപോലെ എത്ര നമ്മൾ ഉണ്ടാക്കുന്നു അത്രയും ഉണ്ടാക്കാൻ നേരത്ത് അത് അതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക. നമ്മൾ ആ മെട്രിക്സ്, ഈ ഒരു മെട്രിക്സിനെ ഒരു 5-6 മെട്രിക്സ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തുനിന്ന് വിചാരിച്ചാൽ മതി. അതാണ് ഇവിടെ 0 എന്ന് പറഞ്ഞാൽ ഈ 0th ഇൻഡെക്സ്, അതിനൊരു 0th ഇൻഡെക്സ് ആണ്. ഫസ്റ്റ് ഈ ടെൻസർ, ഫസ്റ്റ് ഇത്, പിന്നെ അതിൻ്റെ റോ, പിന്നെ അതിൻ്റെ കോളം. ഇത് ഇതിൻ്റെ കോളം 1, 3, 8 ഇതാണ് പറയുന്നത്. അപ്പം ഇതിന് ടെൻസർ ഡോട്ട് 0 ഞാൻ ഒന്ന് അടിച്ച് കാണിച്ചു തരാം, എന്താണ് പ്രിൻ്റ് ആവുന്നതെന്ന് കാണിച്ചു തരാം. 1 അടിച്ച് തരാം. 1 ഇല്ല. ഇനി ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഇതുപോലെ തന്നെ ഒന്നും കൂടെ എടുത്ത് കൊടുത്തെന്ന് വിചാരിച്ചു. ഇങ്ങനെ കാണിച്ചു തരാം. ഒന്ന് കോപ്പി ചെയ്യുക, ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ എൻഡും ചെക്ക് ചെയ്ത് നോക്കി, ഉത്തരം പറഞ്ഞേ 3 തന്നെ. ഇത് 3 ഡയമെൻഷണൽ ടെൻസറാണ്. ഇതിൻ്റെ ഷേപ്പ് ഇനി അടിച്ച് നോക്കാം. ഷേപ്പ് എത്രയാണ്? 2. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഇനിയിപ്പോൾ ഞാൻ 1 റൺ ചെയ്താൽ എനിക്ക് രണ്ടാമത്തതായിരിക്കും കിട്ടുന്നത്. കണ്ടില്ലേ? ഇതേപോലത്തെ ഇനി 5-6 കൊടുത്താൽ 5-6 ഡയമെൻഷനിലാകും. ഇപ്പം ഇവിടെ ഒന്നും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പം ഇവിടെ ഒന്നൊരു കോമ എടുത്തു, ഇവിടെ ഒന്നുകൂടെ കൊടുത്തു, ക്ലോസ് ചെയ്തു, 3 ആയി. ഇതിൻ്റെ ഷേപ്പ് ഇനി പ്രിൻ്റ് ചെയ്താൽ 3, 3, 3 എന്താ 3 എണ്ണം ഉണ്ട്. ഷേപ്പ് 3, 3, 3. ഇത് 1, 2, 3 അതാണ് ഈ ഫസ്റ്റ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ 1, 2, 3 ഇതിനെയാണ് സെക്കൻഡ് സൂചിപ്പിക്കുന്ന സൈസ് ഷേപ്പ്. പിന്നെ തേർഡ് സൂചിപ്പിക്കുന്ന ഈ 1, 3, 8 ഇതാണ് തേർഡ് സൂചിപ്പിക്കുന്നത്. അപ്പം ഷേപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഷേപ്പ് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. മെഷീൻ ലേണിങ്ങിലെ ഏറ്റവും കൂടുതൽ വരുന്ന എറർ ഷേപ്പ് മിസ്മാച്ച് എററാണ്. നിങ്ങൾ ന്യൂറൽ നെറ്റ്വർക്കിനെയൊക്കെ ട്രൈ ചെയ്യിപ്പിക്കാൻ നേരത്ത് ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നേരത്ത് മനസ്സിലാവും ഷേപ്പ് എത്രത്തോളം പ്രാധാന്യമാണെന്ന്. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഷേപ്പ് എറർ കോമൺ എറർ, മോസ്റ്റ് കോമൺ എറർ ഇൻ മെഷീൻ ലേണിംഗ് ഈസ് ഷേപ്പ് എറർ. അപ്പം ഇതാണ്, ഇത് ജസ്റ്റ് ഫണ്ടമെന്റൽസ് ആണ്. ഇത് അറിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അടുത്ത നമ്മൾ റാൻഡം ടെൻസർ എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോ വെക്കാം. ഐ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Welcome back aliens. In this video നമ്മൾ നോക്കാൻ പോകുന്നത് റാൻഡം ടെൻസർ. എന്താണ് റാൻഡം ടെൻസർ? നിങ്ങൾക്ക് പൈതൺ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും എന്താണ് റാൻഡം നമ്പേഴ്സ്. ഇമ്പോർട്ട് റാൻഡം, നിങ്ങൾ റാൻഡം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേ റാൻഡം യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് റാൻഡമായിട്ട് കുറച്ച് ടെൻസേഴ്സ് ഉണ്ടാക്കുന്നതിനാണ് റാൻഡം ടെൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ചെറിയ റാൻഡം ടെൻസർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സ്റ്റാർട്ട് വിത്ത് റാൻഡം നമ്പേഴ്സ്, ലുക്ക് അറ്റ് ദ ഡേറ്റ, അപ്ഡേറ്റ് റാൻഡം നമ്പേഴ്സ്, ലുക്ക് അറ്റ് ദ ഡേറ്റ, അപ്ഡേറ്റ് റാൻഡം നമ്പേഴ്സ്. ഈ ഒരു ഫ്ലോയിലാണ് നമ്മൾ പോകുന്നത്. MP നമുക്ക് ക്രിയേറ്റ് റാൻഡം ടെൻസർ വിത്ത് ഡയമെൻഷൻ 2,3. സോറി 3,2 ചെയ്താൽ നമുക്ക് 2,3 ചെയ്യാം, എല്ലാം ചെയ്യാം. 3,2 റാൻഡം ടെൻസർ. അവിടെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഗസ് ചെയ്ത് നോക്കും. വേറെ ഒന്നുമില്ല, ടോർച്ച് ഡോട്ട് റാൻഡ്. റാൻഡം അല്ല, ടോർച്ച് ഡോട്ട് റാൻഡ്. നമുക്ക് എത്ര വേണ്ടിയത്? 3,2 സൈസുള്ള ഒരു മെട്രിക്സ്, അതായത് 3 കോളംസ്, 3 റോസ്, 4 കോളംസ്. 3,4.
ഇനി ആ റാൻഡം ടെൻസർ പ്രിന്റ് ചെയ്ത് നോക്കാം. റാൻഡം ടെൻസർ ഒന്നില്ലേ, കുറച്ച് റാൻഡം നമ്പേഴ്സാണ്. 0 ആൻഡ് 1 ഇടയ്ക്കുള്ള കുറച്ച് റാൻഡം നമ്പേഴ്സ്, അതാണ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്ന ടെൻസേഴ്സ്. ഇത് നമുക്ക് പല സമയത്തും പലതാവാം. ഇവിടെ ഒന്ന് റൺ ചെയ്ത ശേഷം ഇവിടെ റൺ ചെയ്യുക. മാറുന്നില്ലേ, റാൻഡം നമ്പേഴ്സാണ്. റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇഷ്ടംപോലെ 0ക്കും 1നും ഇടയ്ക്കുള്ള കുറേ എന്ത് നമ്പർ വേണമെങ്കിലും ഇവിടെ വരാം. ടോസ് റോൺ റാൻഡം ക്രിയേറ്റ് എ റാൻഡം ടെൻസർ വിത്ത് ഷേപ്പ് ആൻഡ് ഇമേജ് ടെൻസർ. അടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. create a random similar to an image tensor. ഒരു ഇമേജിന് തുല്യമായിട്ട്, ഒരു ഇമേജിന് നമുക്ക് ഒരു മോഡൽ ഇമേജ് കൊടുത്താൽ അതിന് ജസ്റ്റ് ഒരു ടെൻസർ ആക്കിയാലും പറ്റുന്നത്, അതേപോലെ നമുക്ക് ഒരു റാൻഡം ഇമേജ് ഉണ്ടാക്കാം. ഇപ്പം അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഒരു ഇമേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റാൻഡം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. റാൻഡം ഇമേജ് ടെൻസർ ടോസ് ഡോട്ട് റാൻഡ്. ഇതിൽ ടോസ് ഡോട്ട് റാൻഡ് സൈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഇവിടെ സൈസ് വേണമെങ്കിൽ കൊടുക്കാം, സൈസ് ഈക്വൽ ടു ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഞാൻ സൈസ് ഈക്വൽ ടു 224,224,3. ഇതിനകത്ത് ഈ 224 എന്ന് പറഞ്ഞ ഹൈറ്റ്, ഒരു ഇമേജിൻ്റെ ഹൈറ്റ്, ഇതതിൻ്റെ വിഡ്ത്ത്, പിന്നെ അതിൻ്റെ കളർ ചാനൽസ്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ കളർ ചാനൽസ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. കളർ ചാനൽ റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB. ഇതാണ് കളർ ചാനൽസ്. ഇപ്പോൾ ഓരോ ഇമേജ് എടുത്താൽ അതിനകത്തൊരു കളർ ചാനൽസ് ഉണ്ടാവും. അതുപോലെ കളർ ചാനൽ, ഒരു ഇമേജിൻ്റെ കളർ ചാനൽ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 224,3 as a image. പറയുന്ന ഇമേജ് വിത്ത് ഡയമെൻഷൻ 224,224,3 സ്റ്റാൻഡേർഡ് കളർ ഇമേജ്. ഇത് കൺവെൻഷണൽ ന്യൂറൽ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അതൊന്ന് ഒരു റാൻഡം ടെൻസർ വെച്ച് ഈ ഒരു ഇമേജിനായിട്ട് കൊടുത്താലും ആ ഇമേജിന് ജനറേറ്റ് ചെയ്യുന്ന അതേ ഒരു ടെൻസറാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ കുറച്ച് കളർ ചാനൽസ് കൊടുത്തതാണ്ട്. ഇതാണ് ഇവിടെ വരുന്നത്. ഇതുപോലുള്ള ഒരു ഇമേജ് ഇട്ട് കൊടുത്താൽ വരുന്ന കാര്യങ്ങളായിരിക്കും. എടുത്തേ ഉള്ളൂ. നമുക്ക് ഗൂഗിൾ കൊളാബിലോട്ട് വരാം. ഗൂഗിൾ കൊളാബ് 224, കുറച്ച് ഒരു റാൻഡം ഇമേജ് ടെൻസർ ഉണ്ടാക്കാനാണ്. അപ്പം റാൻഡം ഇമേജ് ടെൻസർ നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. റാൻഡം ഇമേജ് ടെൻസർ ഡോട്ട് ഷേപ്പ് റാൻഡം ഇമേജ് ടെൻസർ ഡോട്ട് എൻഡിം ഡൈമെൻഷൻസ് റാൻഡം ഇമേജ് ടെൻസർ. ഇതാണ് നമുക്ക് വന്ന റാൻഡം ഇമേജ് ടെൻസർ. ഒരു ഇമേജിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ നമ്പേഴ്സ് ഉണ്ട്. റാൻഡം ഇമേജ് ടെൻസർ അതാണ്ട് 224, അത്രയും 3. ഇതാണ് അതിൻ്റെ കളർ ചാനൽസ് റെഡ്, ഗ്രീൻ, ബ്ലൂ. പിന്നെ ഇത്രയും 224, അത്രയും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. വിത്തും ഹൈറ്റും കാര്യങ്ങളുമായിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്ന 224. മനസ്സിലായില്ലേ? ഇതൊരു ഇമേജിനായിട്ട് ഇട്ട് കൊടുത്ത് അത് നമ്മൾ അടുത്തതിന് പഠിക്കും. ഇപ്പം നമ്മൾ റാൻഡം നമ്പേഴ്സ് വെച്ച് ഒരു ഇമേജിൻ്റെ രീതിയിൽ കുറച്ച് റാൻഡം ടെൻസർ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇനി നമുക്കത് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് മാറ്റ്പ്ലോട്ലിബ് യൂസ് ചെയ്ത് ചെയ്യാം. plt ഡോട്ട് നമുക്ക് അടുത്ത 0s and 1s എന്ന് പറഞ്ഞൊരു ടെൻസർ ഉണ്ട്. അപ്പം അതിലോട്ട് പോകാം. അതിനുശേഷം നമുക്ക് പ്ലോട്ട് ചെയ്യാം.
വൺസ്. അപ്പം ഇതിൽ അടുത്ത ഈ സീറോസ് ആൻഡ് വൺസ് എന്ന് പറഞ്ഞ ടോർച്ചിലുള്ള 2 കീവേഡാണ്. ഇത് വെച്ച് ഈ 2 മെത്തേഡ് യൂസ് ചെയ്ത്, ഇപ്പോൾ മെത്തേഡ്സാണ് ടോർച്ച് എന്ന് പറഞ്ഞ 2 മെത്തേഡ് യൂസ് ചെയ്ത് കുറച്ച് ടെൻസർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കാം. വിഷ്വലൈസ് 0. നമുക്ക് ഫസ്റ്റ് 0 ടെൻസർ ഉണ്ടാക്കാം. 0 ടെൻസർ ആൻഡ് 0 ഈക്വൽ ടു, ഞാൻ 0ക്ക് z എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ കിടക്കട്ടെ. 0 സീറോസ് എന്നാണ് അതിൻ്റെ പേര്. ടോർച്ച് ഡോട്ട് സീറോസ്. ഇത് നമ്പർ ഓഫ്, ഇതതിൻ്റെ സൈസാണ് 3,4 സൈസുള്ള ഒരു ടെൻസർ. അതുകൊണ്ട് മൊത്തം സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോസ്. അപ്പം ഞാൻ ഇവിടെ 224 കൊടുത്തു നോക്കാം. 224 വരും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ 3 ആക്കുന്നുണ്ട്. അപ്പം മൊത്തം സീറോസ് ആയിരിക്കും. സീറോസ് എന്ന് പറഞ്ഞു കൊടുത്താൽ. ഇനി വൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗസ് ചെയ്ത് നോക്കും. ഇത് തന്നെ വൺസ്. എന്ന് പറഞ്ഞാലും ഇത് തന്നെ വൺസ്. ടോർച്ച് സജക്ഷൻസ് ഒന്നും വരാത്തെന്താണ്? സമയം പോകും. വൺസ് നമ്മൾ അതിൻ്റെ സൈസ് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റൺ ചെയ്യുക. മൊത്തം 1 ആയിരിക്കും. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. നമുക്കിതിൻ്റെ ഡേറ്റ ടൈപ്പ് അറിയണമെങ്കിൽ അതുകൂടെ പറയാം. വൺസ് ഡോട്ട് ഡി ടൈപ്പ് എന്നാൽ ഡേറ്റ ടൈപ്പ് എന്നാണ്. ഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫ്ലോട്ട് 32 ആണ്. ഇതിൻ്റെ ഫ്ലോട്ട് 32 ആണ്. നോക്കിയാൽ അത് നമ്പേഴ്സ്. ഫ്ലോട്ട് 32 ആണ് ഇതിൻ്റെ ഡേറ്റ ടൈപ്പ്. അതുപോലെ തന്നെ ഈ സീറോസിൻ്റെയും ഫ്ലോട്ട് 32 തന്നെയാണ് അതിൻ്റെ ഡൈമെൻഷൻ. ഡേറ്റ ടൈപ്പ്. നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഇതിൻ്റെ എല്ലാം ഡേറ്റ ടൈപ്പ് നിങ്ങൾക്ക് നോക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഇതെല്ലാം ഇൻറ്റിജർ ആയിരിക്കും. ഇതെല്ലാം ഫ്ലോട്ട് 32 ആയിരിക്കും. ഇതെല്ലാം ഇൻറ്റിജർ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സിനനുസരിച്ച് അത് മനസ്സിലാക്കിക്കോളും. അപ്പം ഐ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റിംഗ് ഇൻ ടെൻസർ ഓഫ് റേഞ്ച് ഓഫ് ടെൻസർ ആൻഡ് ടെൻസർ ലൈക്ക്. നമുക്ക് ടെൻസർ ഒരു റേഞ്ച് വരെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മളൊരു റേഞ്ച് കൊടുത്തിട്ട് അത്രയും നമ്പേഴ്സ് ഉള്ളൊരു ടെൻസർ ക്രിയേറ്റ് ചെയ്ത് തരാം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 1 തൊട്ട് 10 വരെയുള്ളൊരു ടെൻസർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാനൊരു നെയിം കൊടുക്കുകയാണ്. വേരിയബിൾ നെയിം 1 to 10 എന്ന് കൊടുത്തു. ഈക്വൽ ടു ടോർച്ച് ഡോട്ട് റേഞ്ച് സ്റ്റാർട്ട് ഈക്വൽ ടു 1, എൻഡ് ഈക്വൽ ടു 11. സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ്? ഇപ്പം 1 തന്നെ 2, 3, 4 എത്ര സ്റ്റെപ്പ്? നമ്മളെ ഏതാണ് നമ്പയിലൊക്കെ പഠിക്കുന്ന പോലെയുള്ള സാധനം തന്നെ, നമ്പയിൽ ചെയ്യുന്ന അതേ കാര്യം തന്നെ റേഞ്ച് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ടെൻസർ. അപ്പം ഇത് നമുക്ക് 0 ആക്കണം. ഇതിന് മൊത്തം 0 ആക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിന് 1 തൊട്ട് 10 വരെയുള്ള നമ്പറുകൾ മൊത്തം 0 ആക്കാൻ നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. 10 സീറോസിന് ഞാൻ വേരിയബിളിനെടുത്തു, ഇസഡെന്ന് കൊടുത്തു 10 സീറോസിന്. അതിനുശേഷം ടോർച്ച് ഡോട്ട് സീറോസ് ലൈക്ക് ഏതാണ് ഇൻപുട്ട്? നമ്മൾ ഇതിനെ എടുത്ത് പാസ് ചെയ്താൽ ഈ ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഈ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നതാണ്. അതാണ്ട് ഇതിനെ പാസ് ചെയ്ത് കൊടുക്കുക. ഇതിനെ മൊത്തം 0 ആക്കി തരും. കണ്ട 0 ടെൻസറാക്കി. നമ്മൾ റേഞ്ചിലുള്ള ടെൻസറിനെ 0 ടെൻസറാക്കി. അപ്പം ഇതാണ് ഇതിനകത്തോടെയുള്ള. ഇനി നമുക്ക് ടെൻസർ ഡേറ്റ ടൈപ്പിനെ കുറിച്ച് പഠിക്കാം. ടെൻസർ ഡേറ്റ ടൈപ്പ്. നമുക്കൊരു ഫ്ലോട്ട് 32 ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിന് മുമ്പ് ഒരു ഹെഡിങ് കൊടുക്കാം. ടെൻസർ ഡേറ്റ ടൈപ്പ്. ഈ ഒക്കെ വലുതായി കുഴപ്പമില്ല. നമുക്കൊരു ഫ്ലോട്ട് 32 ഉള്ള ടെൻസർ ക്രിയേറ്റ് ചെയ്യാം. ഫ്ലോട്ട് 32 ടെൻസർ.
ടെൻസർ ഒരു ടെൻസർ ക്രിയേറ്റ് ചെയ്യാം. ഫ്ലോട്ട് 32 ഉള്ള ടെൻസറാണ്. ഇതെല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്ലോട്ട് 32 ഉള്ള ടെൻസർ. അതിന് ഞാൻ ഇവിടെ തന്നെ നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഡീഫോൾട്ട് കൊടുക്കേണ്ട എന്നുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. കൊടുത്തില്ലെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനത്തെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ ഇനി ഡിഫൈൻ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത ആ നമ്പേഴ്സ് ഉറപ്പായിട്ട് കൊടുത്തിരിക്കേണ്ട നമ്പേഴ്സാണ്. ഇനി ഡി ടൈപ്പ്. നമുക്ക് ഡി ടൈപ്പ് വേണമെങ്കിൽ ഇതിനെ ഫ്ലോട്ട് 32 എന്നാണ്. നമ്മൾ torch.float32. അതിനുശേഷം ഈ ഡിവൈസ് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് CPU GPU കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഡിവൈസ് ഇപ്പോൾ നണ്ണെന്ന് കൊടുക്കാം. ഡിവൈസ് ഈക്വൽ ടു ക്യൂഡാന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നല്ലെന്ന് കൊടുക്കാം. ഞാൻ പിന്നെ ഡിവൈസിനെ കുറിച്ച് ഞാൻ പിന്നെ വേറൊരു പാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ പറഞ്ഞുതരാം. ഇനി റിക്വയർഡ് ഗ്രേഡിക്കൽ ടു ഫാൾസ്. നമ്മളിപ്പോൾ ഏത് ഡിവൈസ് യൂസ് ചെയ്യുന്നതാണെന്ന് നേരത്തെ പറഞ്ഞത്, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഡേറ്റ ടൈപ്പ് ഏത് ഡേറ്റ ടൈപ്പാണ്? ഫ്ലോട്ട് 32 ആണ്. ഓർ ഫ്ലോട്ട് 16 നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് റിക്വയർഡ് ഗ്രേഡ് ഈക്വൽ ടു ഫാൾസ്. ഇതെന്താണെന്ന് ഞാൻ ഇവിടെ എഴുതി തരാം. whether not be track gradient descent algorithm എന്താണെന്ന് ഞാൻ മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ അത് കണ്ടവർക്ക് ഇത് മനസ്സിലായി കാണും. വിത്ത് ദ ടെൻസർ ഓപ്പറേഷൻ. ഇതിപ്പോൾ നമുക്ക് കൊടുത്തില്ലെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തതേ ഉള്ളൂ. സെൻസറിൻ്റെ ഡി ടൈപ്പ് ഞാൻ പ്രിൻറ്റ് ചെയ്യാണ് ഇവിടെ. പ്രിൻറ്റ് ടെൻസർ.d ടൈപ്പ്. എൻ്റർ കൊടുക്കുക. ഫ്ലോട്ട് 32 ആണ് ഡേറ്റ ടൈപ്പ്. ഇനി നമുക്ക് ഫ്ലോട്ട് 32 മാറ്റി ഇനി ഈ ടെൻസർ ഞാൻ പ്രിൻറ്റ് ചെയ്ത് തരാം. ഫ്ലോട്ട് 32 ടെൻസർ പ്രിൻറ്റ് ചെയ്ത ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്ന. ഇനി നമുക്കിത് വേണമെങ്കിൽ ഫ്ലോട്ട് 16 ആക്കാം. ഫ്ലോട്ട് 16 ആക്കി നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇൻറ്റിജർ ആക്കി എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞത്. ഇൻറ്റ് 32 എന്നാക്കി എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? അതിനെ ഇൻറ്റിജർ ആക്കി. അത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ടൈപ്പ് അനുസരിച്ച് മാറും. ഇവിടെ നമുക്ക് ഡീഫോൾട്ട് ഒരു ഡേറ്റ ടൈപ്പും കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ എന്താവും നോക്കാം. ഒരു ഡേറ്റ ടൈപ്പും കൊടുത്തില്ല. റൺ ചെയ്താൽ നോർമൽ നമ്മൾ കൊടുത്ത എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. അപ്പം ഫ്ലോട്ട് 32. ഇനി നമുക്ക് വേണമെങ്കിൽ മാറ്റാം. സോറി, ഇതെന്തുവാ നേരത്തെ കൊടുത്ത നമ്പേഴ്സ്. അപ്പോൾ ഡേറ്റ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ ടൈപ്പ് കൊടുക്കാം. ഡീഫോൾട്ടായിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്ന നല്ലെന്ന് കൊടുത്താൽ നമുക്ക് 32 കിട്ടത്തുള്ളൂ. അപ്പം അത് മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മളെ ടെൻസർ ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ഫ്ലോട്ട് 32 ഉള്ള വേറൊരു ടെൻസർ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വേറൊരു രീതിയിലും ഫ്ലോട്ട് 16 ആക്കി മാറ്റാം ഇതിനെ. അതും കൂടെ പറഞ്ഞിട്ട് മാറ്റാം. ടൈപ്പ് കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ടൈപ്പ് നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്ത് നോക്കാം. ടെൻസർ ഫ്ലോട്ട് 16 ടെൻസർ ആക്കി മാറ്റാം. ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. ഏതിനാണ് നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ചെയ്ത ഇതിനെയാണ് ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത്. അതെടുക്കുക. അതിന് നമുക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ടൈപ്പ് അതിനെ ഏത് ടൈപ്പിലോട്ട് മാറ്റണം? TF അല്ല ഇവിടെ. ഇത് ഇപ്പോൾ എനിക്ക് സജഷൻ തരുന്നത് TF എന്നാണ്. TF നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസർ ഫ്ലോയിലാണ്. ടോർച്ചാണ് മോനെ. torch.float 16 മാറ്റി. 15 മാറ്റി. ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻറ്റിജറിലോട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. ഈ ടോർച്ച് എടുത്ത് കളയണ്ട. ടോർച്ച് കളയണ്ട. ഇൻറ്റ്
ഇൻറ്റ് 1 കൊണ്ട് ഇൻറ്റ് 2 കൊണ്ട് 60 ഉണ്ട്. ഇൻറ്റ് 64 ആക്കി എന്തരാണ് ഒന്ന് നോക്കി ഇൻറ്റിജറാക്കി. 64 ബിറ്റാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവും. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഡേറ്റ ടൈപ്പ് കാര്യങ്ങളിലും. ഡേറ്റ ടൈപ്പ് എന്താണെന്ന് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഡേറ്റ ടൈപ്പ് കൊണ്ടൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. രണ്ട് ടെൻസേഴ്സ് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. ഫ്ലോട്ട് 16 നമ്മൾ ഫ്ലോട്ട് ഇവിടെ ഇൻറ്റ് മാറ്റാം, അല്ലെങ്കിൽ കിടക്കട്ടെ, നമുക്ക് ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഫ്ലോട്ട് 16 ഇൻറ്റു ഫ്ലോട്ട് 32 ടെൻസർ. ഇതിന് നമുക്ക് ടി എന്ന് വിളിക്കാം. എന്നിട്ട് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ടി ഡോട്ട് ഡി ടൈപ്പ് ടി ഈസ് നോട്ട് ഡിഫൈൻഡ്. സോറി, ഇവിടെ റൺ ചെയ്തില്ല, നമ്മൾ ടി എന്നിട്ട് കൊടുത്തതേ ഉള്ളൂ. ഫ്ലോട്ട് 32 ഒരു ഇൻറ്റിജർ ഇൻറ്റു ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ കിട്ടുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. മനസ്സിലായില്ലേ? ഇനി നമുക്കിവിടെ ഇൻറ്റ് മാറ്റി ഫ്ലോട്ട് 16 ആകാം. ഇവിടെ എന്ത് കിട്ടുമെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. ഫ്ലോട്ട് 16 ആക്കിയ ഡി ടൈപ്പ് ഫ്ലോട്ട് 32, ഒരു ഫ്ലോട്ട് 32 ഇൻറ്റു ഫ്ലോട്ട് 16 ആയ ഫ്ലോട്ട് 32 തന്നെ. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെയാണെന്ന് പറയാനുള്ളത്. ആ ടെൻസറിനെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ആ ടെൻസർ ടി എന്ന് പറഞ്ഞ ടെൻസർ അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇൻറ്റ് ചെയ്തപ്പം കിട്ടിയ നമ്പർ. ഇതും സെയിം നമ്പേഴ്സാണ്. അപ്പോൾ രണ്ടും കൂടെ ഇൻറ്റ് ചെയ്ത് ഒരു ഡേറ്റ ടൈപ്പ് മാത്രം ചേഞ്ച് ഉള്ളായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. I see you in the next video. If in doubt, code it out, run the code.